ഹായ് നമസ്കാരം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു 37.5 സെന്റ് സ്ഥലവും അതിനകത്ത് ഈ കാണുന്ന 1070 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മളെ ചാനൽ ഉൾപ്പെടുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളെ സ്ഥലം വരുന്ന കണ്ണൂർ ജില്ലയിൽ പെരുവാമ്പ എന്ന സ്ഥലത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അങ്ങോട്ട് എത്തേണ്ട ലാൻഡ്മാർക്ക് പറഞ്ഞത് ഈ സഹൃദയ ക്ലബ്ബാണ്. ഇതിന്റെ അടുത്താണ്, ഇതിന്റെ തൊട്ടടുത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. ഈ കാണുന്ന റോഡിനാണ് പോകേണ്ടത്, ഈ സൈഡിൽ കൂടെ ഉള്ള റോഡിനാണ് പോകേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് മാതമംഗലം പയ്യന്നൂരൊക്കെ പോണ റൂട്ടാണ്. മാതമംഗലത്തിന് ഒരു 7 കിലോമീറ്റർ പോലെ, പയ്യന്നൂരിനൊക്കെ ഒരു 26 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാര്യപ്പള്ളി വെള്ളോറ കക്കറ പോണ റൂട്ടാണ്. വെള്ളോറക്കൊക്കെ ഒരു 3.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് എരമം കുറ്റൂർ പഞ്ചായത്താണ്. വില്ലേജ് വരുന്നത് കുറ്റൂരാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോകേണ്ടത് ഇതാ ഈ കാണുന്ന വഴിക്കാണ് പോകേണ്ടത്. നമ്മളെ പ്ലോട്ട് അവിടെയാണുള്ളത്. മൊത്തം 37 സെന്റ് സ്ഥലവും അതിനകത്ത് 1070 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടും ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണട്ടോ. പിന്നെ ഈ റോഡ് വരുന്ന ബസ് റൂട്ട് ഉള്ളതാണ്. ഇപ്പൊ നിലവിൽ ബസ് ഇല്ല, റോഡ് പണി നടക്കണതാണ്. ബസ് റൂട്ട് ഉള്ള റോഡാണ് കേട്ടോ. അപ്പൊ ഇനി പോയി നമുക്ക് പോയിട്ട് നോക്കാം. നമുക്ക് നല്ല രസമുള്ള ഫുള്ള് പച്ചപ്പൊക്കെ പിടിച്ച നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഫുള്ള് വാഴക്കൃഷിയും അതിന്റെ ഇടയ്ക്കെല്ലാം ഫുള്ള് കവുങ്ങെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മള് വരുന്ന വഴി തന്നെ അതാ ഫുള്ള് നല്ലൊരു കൃഷി സ്ഥലമായിട്ട് നോക്കി കൊണ്ടിടക്കുന്ന പറമ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്തൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് എന്താ പറയാ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടാവും. പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഓലയമ്പാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ LP സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെള്ളോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ 3.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വെള്ളോറൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിന്നെ നമ്മള് വീടിന്റെ അടുത്തേക്ക് എത്തിട്ടോ. ഇത് വീട്ടിലോട്ട് നടന്ന് കയറുന്ന വഴിയാണ്. സ്റ്റെപ്പൊക്കെ ആയിട്ട് ഈ കാണുന്നതാണ് വീട്. പിന്നെ നമുക്ക് വണ്ടികൾ കൊണ്ട് ചെല്ലാൻ അതിലാണ് വഴിയുള്ളത്. വണ്ടി കയറി ചെല്ലുന്ന വഴി അവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ മാതമംഗലത്തേക്ക് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ ഞായറാഴ്ച ദിവസം പള്ളിയിലൊക്കെ പോകേണ്ടി വരും. അപ്പൊ അവർക്ക് കാര്യപ്പള്ളി എന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ പള്ളി എല്ലാം വരുന്നുണ്ട് കേട്ടോ. കാര്യപ്പള്ളിയിലോട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ ഫ്രണ്ട് തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. കറണ്ടൊക്കെ ഇപ്പൊ നിലവിലുണ്ട്. പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വേറെ കറണ്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ താഴെ ഭാഗത്തേക്ക് വരുള്ളൂ. അവിടെ വേറെ പ്ലോട്ടുകളൊക്കെ ആയിട്ട് കൊടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള പോസ്റ്റ് നേരത്തെ കാണിച്ചു തന്നില്ലേ. പിന്നെ നമുക്ക് അമ്പലം ഉള്ളതെന്ന് പറഞ്ഞാല് നമുക്ക് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓലയമ്പാടിയിലാണ് പിന്നെ അമ്പലം കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഈ ഒരു പ്ലോട്ടിന്റെ ഇവിടുത്തെ ഒരു ഹെൻഡ് കാണിച്ചു കൊടുക്കാം അല്ലെ, എന്നിട്ട് നമുക്ക് വീട് കാണിച്ചു കൊടുക്കാം. അതാണ് വീട്ടിലേക്ക് വണ്ടി കൊണ്ട് കയറി ചെല്ലണ വഴി ഇതാട്ടോ. വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും കയറി ഒന്ന് നേരെ മിറ്റം വരെ ചെല്ലണ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഫ്രണ്ടേജ് അതിന്റെ എൻഡ് കാണിച്ചുതരാം. ഇവിടം വരെയാണ് നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് എൻഡ് വരുന്നത് കേട്ടോ. ഈ കല്ല് വെച്ച പറഞ്ഞ അങ്ങോട്ടാണ് വരുന്നത്. ഏകദേശം വ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ ഇവർക്ക് ഒരു 83 സെന്റ് സ്ഥലം വേറെ മുകളിലായിട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് റബ്ബർ തോട്ടൊക്കെ ആയിട്ടുള്ള സ്ഥലം. അതിനകത്ത് അതിന് ഏകദേശം ഒരു 23 സെന്റിനാണ് പേപ്പറുള്ളത്. ബാക്കിയുള്ളത് ഒരു 10-17 വർഷമായിട്ട് നികുതി അടച്ചു പോരുന്ന സ്ഥലമാണ്. അതും കൊടുക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. അതും ഇതിന്റെ ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുകയും ചെയ്യും. ഇനി നമുക്ക് വീട് പോവാം അല്ലെ. വീട് പോയി കാണാം നമുക്ക് വീടിന്റെ സൗകര്യമൊക്കെ. പിന്നെ നമുക്ക് മുസ്ലിം പള്ളി ഇവിടെ അടുത്തുണ്ട് എന്നല്ല പറഞ്ഞത്. പെരുവാമ്പയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട് അല്ലേ. അതെ, വീടൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ഇനി വീടൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക് കേട്ടോ. നമ്മളെ വണ്ടി ഇതാണ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് കണ്ടല്ലേ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ കാണുന്നത്. എനിക്ക് നല്ല എന്താ പറയാ നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ് കേട്ടോ. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ചെളി പിടിച്ചതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞതോ വിള്ളലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ തന്നെ കണ്ടാൽ അറിയല്ലോ. നല്ലൊരു വീട് തന്നെയാണ്. നമുക്ക് വീടിന്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം നമുക്ക്. വാ.